ധീരം ധീരം എന്ന് പറയുന്ന സിനിമ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയാണ്. രഞ്ജി പണിക്കർ, ഇന്ദ്രജിത് സുകുമാരൻ അതുപോലെ തന്നെ നിരവധി ആക്ടേഴ്സ് അണിനിരന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവി. സോ ഈ മൂവിയുടെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ അത് ഒത്തിരി ഉണ്ട്. പക്ഷേ പോസിറ്റീവ് പാർട്ട് എന്ന് പറയുന്നത് ഇന്ദ്രജിത് സുകുമാരൻ്റെ പെർഫോമൻസ് മാത്രമാണ്. നമുക്കറിയാം ഈ ഒരു ഇന്ദ്രജിത് സുകുമാരൻ എപ്പോഴൊക്കെ പോലീസ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ടോ ആ ഒരു ക്യാരക്ടേഴ്സ് ഒക്കെ തന്നെ അദ്ദേഹം ചെയ്ത മിക്ക സിനിമകളാണെങ്കിലും ഒന്നിലും തന്നെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൽ കാര്യമായിട്ടുള്ള ഫ്ലോസോ സംഭവങ്ങളോ ഒന്നും കണ്ടുപിടിക്കാൻ സാധിക്കില്ല. കാരണം മുക്കാലും ഒരു 100% ഒക്കെ തന്നു തന്നെയാണ് അദ്ദേഹം ആ ഒരു മൂവി ചെയ്യുന്നത്. സോ ഇവിടെയും ആ ഒരു പെർഫോമൻസ് തന്നെയാണ് സിനിമയുടെ ഒരു സേവിങ് ഗ്രേസ്. അതല്ലാതെ കാര്യമായിട്ടുള്ള പോസിറ്റീവ് സംഭവങ്ങളും ഇല്ലാത്തൊരു മൂവിയാണ് ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ജേണറിൽ വരുന്ന ഈ ഒരു ധീരം എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ധീരത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയത് ഇതിൻ്റെ ആ ഒരു മേക്കിംഗ് തന്നെയാണ്. കാരണം ട്വിസ്റ്റും വയലൻസും ഒക്കെ ഉണ്ട്. റേറ്റഡ് മൂവിയാണ്. എന്നാൽ പോലും നമ്മൾ ആ ഒരു എക്സ്പെക്ട് ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിൽ എക്സ്പെക്ട് ചെയ്യുന്ന പല സംഭവങ്ങളും മിസ്സിംഗ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. ഒത്തിരി ലോജിക്കൽ ലൂപ്പ് ഹോൾസ് ഉണ്ട് എന്നുള്ളത് വേറൊരു സൈഡിൽ നിന്നാലും ആരാണ്, എന്താണ്, എങ്ങനെയാണ് ചെയ്തത് എന്നുള്ള ചോദ്യങ്ങൾ എപ്പോഴും ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിൽ ഉണ്ടാവും. ആദ്യം കാണിക്കുന്നത് ഒരു കൊലപാതകമാണ്. അതിൻ്റെ ആ ഒരു പാറ്റേണിൽ തന്നെ പിന്നെയും പിന്നെയും കൊലപാതകങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ ആദ്യം ഒരു കൾപ്രിറ്റിനെ പിടിക്കുന്നു, അതല്ല എന്ന് മനസ്സിലാവുന്നു. പിന്നെ അങ്ങോട്ടൊരു കൾപ്രിറ്റിനെ പിടിക്കുന്നു, അതല്ല എന്ന് മനസ്സിലാവുന്നു. പിന്നെയും പിടിക്കുന്നു. ആ ഒരു പാറ്റേൺ കാണുമ്പോൾ തന്നെ ഒരു ഓഡിയൻസിന് ഒരു ഇറിറ്റേഷൻ അല്ലെങ്കിൽ ഓഡിയൻസിന് ഒരു മടുപ്പ് തോന്നും. അങ്ങനെ പോകുന്ന ഒരു മൂവിയാണ്. അതാണ് സിനിമ നേരിടുന്ന പ്രധാന പ്രശ്നവും. സോ ഒരു മൂവിയിൽ ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ആവാതെ പോയിരിക്കുന്നത് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ, BGM, അതുപോലെ തന്നെ ഡയലോഗ്സ്, അങ്ങനെയുള്ള പല പല സംഭവങ്ങൾ സിനിമയിൽ വർക്കൗട്ട് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ട്വിസ്റ്റ് വരുമ്പോൾ പോലും ആ ഒരു എൻജോയ്മെൻറ്റ് ഓഡിയൻസിന് ഉണ്ടാവുന്നില്ല എന്നുള്ളത് സിനിമയുടെ വേറൊരു പ്രശ്നമാണ്. സോ ഒരു സ്ക്രീൻ പ്ലേ വർക്കൗട്ട് ആയാൽ മാത്രമേ ആ ഒരു ഓഡിയൻസിനെ നല്ല രീതിയിൽ എൻഗേജ് ചെയ്തിരുന്ന ആ ഒരു മൂവി കാണാൻ പറ്റൂ. സോ അതൊക്കെ ഇവിടെ മിസ്സിംഗ് ആണ്. ലോജിക്കൽ ലൂപ്പ് ഹോൾസ് ഇല്ല എങ്കിൽ പോലും പിന്നെ അങ്ങോട്ട് ഇതിൽ വർക്കൗട്ട് ആവാതെ പോയ പല സംഭവങ്ങളുണ്ട്. ആദ്യം കാണിച്ച ഒരു വയലൻസ് ഉള്ള ആ ഒരു റേപ്പ് സീൻ ഈ ഒരു സിനിമയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു വയലൻസ് ഉണ്ട്. പക്ഷേ പിന്നെ അങ്ങോട്ട് വരുന്ന വയലൻസ് ഒക്കെ വയലൻസിന് വേണ്ടി കൊണ്ടുവന്നു എന്നല്ലാതെ പ്രേക്ഷകന് കണക്റ്റ് ആവുന്ന രീതിയിലുള്ള ഒരു സീക്വൻസ് പോലും ഇല്ല. നല്ല ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ടെങ്കിൽ പോലും അവരുടെ പെർഫോമൻസ് പോലും വർക്കൗട്ട് ആവുന്നില്ല. അതിൻ്റെ കൂടെ തന്നെ കുറേ പെർഫോമൻസ് ഒക്കെ തന്നെ ഒട്ടും വർക്കൗട്ട് ആവാത്ത രീതിയിലുള്ള പെർഫോമൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഡയലോഗ്സും കൂടി വരുമ്പോൾ ആ ഒരു കോളം തികയുന്നു. അതാണ് ഈ ഒരു സിനിമയുടെ പ്രധാന പ്രശ്നം. സോ അതാണ് ധീരം. സോ താല്പര്യമുള്ളവർ കണ്ടു നോക്കാം. ഇതിപ്പോൾ ആമസോൺ പ്രൈം വീഡിയോയിൽ അവൈലബിൾ ആണ്.